ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമല്ലേ. ഇന്ന് നമ്മൾ പൊങ്കാലിടുന്നൊരു ദിവസമാണ്. ഞാനും വർഷങ്ങൾക്ക് ശേഷം പൊങ്കാലിടാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിൻ്റെ ഫുൾ സ്ലീവാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല കളറാണ്. നമ്മൾ മുല്ലശ്ശേരി അമ്പലത്തിലാണ് പോണത്. നമുക്ക് കുടുംബപരമായി ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രവും ദേവിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയാണ് എനിക്ക് എല്ലാത്തിനും സഹായിച്ചത്. എനിക്കിവിടെ ആകെ പരിചയമുള്ള ഈ ചേച്ചിയുടെ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ തീ കൂട്ടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്നായിട്ട് അറിയില്ല. തീ കൂട്ടും, ഞാൻ കുറച്ച് സമയം പിടിക്കും. കുറേ പുകച്ചിട്ടാണ് തീ വരാറുള്ളത്. ദൈവം പറഞ്ഞയച്ച പോലെ എൻ്റെ അടുത്ത് വല്യമ്മ വന്നു. വല്യമ്മയാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നത് കേട്ടോ. തീ കൂട്ടാനും തീ പിടിപ്പിച്ച് കറക്റ്റ് തീ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എനിക്ക് വല്യമ്മയാണ് സഹായിച്ചത്. ദേവി പറഞ്ഞയച്ചതെന്ന് ഞാൻ വിചാരിച്ചു മനസ്സിൽ. അങ്ങനെ നമ്മുടെ അടുപ്പിലും തിളച്ച് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. പുഴയ്ക്കിൻ്റെക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശർക്കര, പഴം, അത് അമ്പലത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് തരും. പിന്നെ പൊങ്കാലയുടെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും എന്നറിയാമല്ലോ. നമ്മൾ കരഞ്ഞ് ഇല്ലാണ്ടാവും. പുകയും വെയിലൊക്കെ കൊണ്ട് ഭയങ്കര. പക്ഷെ നമ്മളെന്താ നാമം ചൊല്ലി ഇങ്ങനെ ഇരിക്കണം. അതിനിടെ നമുക്ക് എല്ലാവർക്കും സംഭാരം കൊണ്ട് തന്നിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ പ്രസാദം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദേവി വന്ന് ഓരോരുത്തർക്കും പ്രസാദം കയ്യിലൊക്കെ തരും. അപ്പോൾ നമ്മൾ അതും സന്തോഷത്തോടെ വാങ്ങിച്ച്, എൻ്റെ പായസം കിണ്ണം കാച്ചി പായസമായിരുന്നു ഗൈസ്, അതും കഴിച്ച് നമ്മുടെ കാലെടുത്ത് വീട്ടിലേക്ക് പോകും കേട്ടോ. എൻ്റെ കോലം കണ്ടില്ലേ, വൗ ബ്യൂട്ടിഫുൾ. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഈ തറവാട്ടിൻ്റെ തന്നെ വിഷ്ണുമായ ക്ഷേത്രത്തേക്കാണ്. കൊട്ടിൽ എന്ന് പറയും. അവിടെ ചെന്ന് പ്രസാദമായിട്ട് നമുക്കൊരു കള്ളും തവിടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ കള്ളു കുടിച്ചു. പ്രസാദമല്ലേ നമ്മൾ കുടിക്കണ്ടേ? വിഷ്ണുമായ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെയാണ് പ്രസാദം കിട്ടാൻ. അറിയുമായിരിക്കും ഒരുപാട് പേർക്ക്, ചിലർ അറിയാത്തവരുണ്ടാവും. എന്നിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കഴിക്കേണ്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സദ്യയും അടിപൊളി പായസവും കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് മത്ത് പിടിച്ച് ഗൈസ്. വീട്ടിൽ ചെന്ന് ഞാൻ ഉണ്ടാക്കിയ പായസം കൂടെ കഴിച്ചപ്പോൾ ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ.